അപ്പോൾ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പാഠം പഠിക്കാനാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നല്ല രസകരമായിട്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ജനറ്റിക് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ അത് പഠിക്കണ്ട, എന്നാൽ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ച് ചില ചിത്രങ്ങളൊക്കെ, ഒരു കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ചിത്രങ്ങളിൽ ഏറ്റവും ആദ്യം കുറച്ച് മൃഗങ്ങൾ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു, കോഴിയും ആടും പിന്നെ പോത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അതേപോലെ ഒരു തക്കാളി ചെടി ഫംഗസ് തന്നെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ തക്കാളി ചെടി ഫംഗസിനോട് പറയാണ്, എന്നോട് കളിക്കാൻ നീ ആയിട്ടില്ല ഫംഗസ് എന്ന് പറയാണ്. അതേപോലെ ഒരാൾ കയ്യിൽ നോക്കിയാൽ രോമം കുറേ കെട്ടിട്ട് വെച്ചിരിക്കണം അല്ലേ. വെറുതെ കെട്ടിട്ട് വെച്ചതല്ല, അത് വിലങ്ങാണ് സൂചിപ്പിക്കുന്നത്, ഹാൻഡ് കഫാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചിത്രങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്? തക്കാളി ചെടിക്ക് എന്തുകൊണ്ടാണ് ഇത്ര അഹങ്കാരം? ഫംഗസിനോട് എന്തുകൊണ്ടാണ് എന്നോട് കളിക്കാൻ നീ ആയിട്ടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഒരാളുടെ കയ്യിൽ രോമം വിലങ്ങായി വെച്ചിട്ടുള്ളത്? അതിനൊക്കെ കാരണം ജനറ്റിക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജി മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ടെക്നോളജി പല മാറ്റങ്ങളും മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മൃഗങ്ങൾ ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത് അല്ലേ. മൃഗങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും കൊല്ലുന്നത് എന്തിനാണ്? ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ്. ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഇനി മൃഗങ്ങളെ കൊല്ലേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞെട്ടിപ്പോയില്ലേ, അതെങ്ങനെ മൃഗങ്ങളെ കൊല്ലാണ്ട് ഇറച്ചി കിട്ടുക? അത് നമുക്ക് ലാബിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എനിമൽസിൽ നിന്ന് സ്റ്റെം സെല്ലുകൾ എന്ന് പറയുന്ന സെല്ലുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ? സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ ഏതൊരു സെല്ലായിട്ടും, മസിൽ സെല്ലായിക്കോട്ടെ, ബ്ലഡ് സെല്ലായിക്കോട്ടെ, അങ്ങനെ ഏതൊരു സെല്ലായിട്ടും മാറാൻ കഴിവുള്ള സെല്ലുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? സ്റ്റെം സെല്ലുകൾ എന്ന് പറയുക. അപ്പോൾ എനിമൽസിൽ നിന്ന് നമ്മൾ എന്ത് കളക്ട് ചെയ്യും? സ്റ്റെം സെല്ലുകൾ കളക്ട് ചെയ്യും. അങ്ങനെ ആ സ്റ്റെം സെല്ലുകളെ ലാബിൽ വെച്ച് പല പ്രോസസ്സുകളിലൂടെ വിധേയമാക്കിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തുണ്ടാക്കുക? ഇറച്ചി ഉണ്ടാക്കുക, മീറ്റ് ഉണ്ടാക്കുക. അപ്പം അങ്ങനെയുള്ള മീറ്റ് ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാർക്കൊന്നും ഇല്ല, അതായത് നമ്മുടെ ഇന്ത്യയിലൊന്നും അവൈലബിൾ ആയിട്ടില്ല. USA, ഇസ്രായേൽ, സിംഗപ്പൂർ എന്നുള്ള രാജ്യങ്ങളുടെ മാർക്കറ്റുകളിലൊക്കെ ഇത്തരത്തിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇറച്ചി ലഭ്യമാണ്. അതേപോലെ നമ്മുടെ തക്കാളി ചെടി ഫംഗസിനോട് പറയാണ് എന്നോട് കളിക്കേണ്ടതെന്ന്. അങ്ങനെ തക്കാളി ചെടി പറയാൻ കാരണം നമ്മൾ ഈ പ്ലാന്റുകൾക്ക് സ്വന്തമായിട്ടൊരു ഇമ്മ്യൂൺ സിസ്റ്റം കൊണ്ടുവരാണ്, ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. അപ്പോൾ അങ്ങനെ തക്കാളി ചെടിക്ക് ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങളൊക്കെ സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ള തക്കാളി ചെടികളെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ? ഈ പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി കുറേ കാലം കഴിയുമ്പോൾ ഈ പെസ്റ്റിസൈഡ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒരു പഴങ്കഥയാണെന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ അയാളുടെ കയ്യിൽ രോമം വിലങ്ങായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അതിന് കാരണം 2020 നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കൊലപാതകം വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ആ കൊലപാതകത്തിൽ ബോഡി ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ആ കൊലപാതകിയെന്ന് സംശയിക്കുന്ന ആളുടെ കാറിൽ നിന്ന് ഒരു രോമത്തിൻ്റെ ഒരു ഹെയർ സെല്ല് നമുക്ക് കിട്ടി. ആ ഹെയർ സെല്ലിനെ നമുക്ക് DNA അനാലിസിസിന് വിധേയമാക്കിയപ്പോൾ ആ കൊലപാതകി ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. കോടതി അയാൾക്ക് നല്ല ശിക്ഷയും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമായത് ജനറ്റിക് ടെക്നോളജി എന്ന് പറയുന്ന ആ മേഖല ഇത്രത്തോളം ഡെവലപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജികളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, പണ്ട് കാട്ടുവാസിയായിരുന്ന മനുഷ്യനിൽ നിന്ന് ഇപ്പോൾ AI പോലെയുള്ള ടെക്നോളജിയിലോട്ട് എത്തി നിൽക്കുന്ന മനുഷ്യൻ്റെ ആ ഒരു നല്ലൊരു ചിത്രം അല്ലെ, ആ ഒരു ട്രാൻസിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു പാരഗ്രാഫിലും പറയുന്നത്, താഴെയുള്ള പാരഗ്രാഫിലും പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ പണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നതാണല്ലേ ഈ മനുഷ്യന്മാർ, കാട്ടിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന മനുഷ്യന്മാരിൽ നിന്ന് ഇന്ന് പല ടെക്നോളജിയുടെ ഒരു മേഖലയിലോട്ട് അല്ലേ, ബയോ ടെക്നോളജി, അതേപോലെ ജെനറ്റിക്സ്, AI അങ്ങനെയുള്ള ടെക്നോളജിയുടെ ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ടെക്നോളജികളിലോട്ടുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല അല്ലേ. ആദ്യം തീ കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു, അതേപോലെ കൂട്ടമായിട്ട് ജീവിക്കാൻ തുടങ്ങി, അങ്ങനെ പല മൃഗങ്ങളെയൊക്കെ അല്ലേ, മൃഗങ്ങളെ ഓമനിച്ച് വളർത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയ ഉയരങ്ങൾ അല്ലേ, ബയോടെക്നോളജി, അതേപോലെ തന്നെ സൈറ്റോളജി എന്ന് പറഞ്ഞ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം, ജീനുകൾ, DNA അനാലിസിസ്, സിന്തറ്റിക് ബയോളജി, അങ്ങനെ പല ടെക്നോളജിയിലോട്ട് നമ്മളിങ്ങനെ വെച്ചടി ഉയർന്ന് വരികയാണ് അല്ലേ ചെയ്തത് അല്ലേ. മനുഷ്യന്മാരുടെ ഒരു കഴിവ് നോക്കണേ അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു പഴയ കാലത്തെ മനുഷ്യരിൽ നിന്നും, പ്രിമിറ്റീവ് മാനിൽ നിന്നും മോഡേൺ മാനിലോട്ടുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല അല്ലേ. ഇന്ന് AI പോലെയുള്ള സാങ്കേതിക വിദ്യയിലോട്ട് ഒക്കെ നമ്മൾ എത്തി നിൽക്കുകയാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അത് ഒക്കെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ്, നമ്മൾ അത്രയൊക്കെ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്താൽ മതി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള എക്സാമിന് എവിടെ നിന്നൊട്ടാണ് ചോദിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് തൊട്ടാണ് എക്സാമിന് ചോദിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ബയോടെക്നോളജി ഈസ് ദ ടെക്നോളജി ഓഫ് യൂസിങ് ലിവിങ് തിങ്സ് ഓർ ദെയർ പാർട്സ് ടു പ്രൊവൈഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. മനുഷ്യന്മാർ
മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമായ പ്രോഡക്ട്സുകളും സർവീസുകളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുപയോഗിക്കും? ലിവിങ് തിങ്സിനെയോ അവരുടെ ഭാഗങ്ങളെയോ ഉപയോഗിക്കും. ഈ ടെക്നോളജിക്ക് വിളിക്കുന്ന പേരാണ് ബയോടെക്നോളജി. ദ ഡിസ്കവറി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് DNA ഹാസ് ആക്സിലറേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ബയോടെക്നോളജി. DNA സ്ട്രക്ചർ കണ്ടെത്തിയതോട് കൂടിയിട്ടാണ് ബയോടെക്നോളജി എന്ന് പറയുന്ന ഈ മേഖല ഇത്രത്തോളം അതിൻ്റെ ഒരു ഗ്രോത്ത് ഇത്രത്തോളം ആക്സിലറേറ്റ് ആവാനായിട്ട് കാരണമായത്. കാരണം ബയോടെക്നോളജിയിൽ DNA കുറിച്ചുള്ള അറിവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ DNA സ്ട്രക്ചർ കണ്ടെത്തിയതോട് കൂടിയിട്ടാണ് ബയോടെക്നോളജി ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നിങ്ങനെ പോകാനായിട്ട് തുടങ്ങിയത്. ഇനി അത് കഴിഞ്ഞാൽ ബയോടെക്നോളജിയുടെ കീഴിൽ വരുന്ന വേറൊരു സാധനമുണ്ട്, ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ എന്താണ് ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ്? ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദ ടെക്നോളജി. എളുപ്പമായി. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു ടെക്നോളജിയാണ്. അപ്പോൾ എന്താണ് ഈ ടെക്നോളജി നമ്മൾ ചെയ്യുക? ഫോർ ക്രിയേറ്റിംഗ് ഡിസൈർഡ് ട്രൈറ്റ്സ് ഇൻ ഓർഗാനിസംസ് ബൈ കമ്പൈനിങ് ഓർ ഡിലീറ്റിംഗ് ജീൻസ്. ജീനുകളെ കമ്പൈൻ ചെയ്യിപ്പിച്ചോ കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യിപ്പിച്ചോ ജീവജാലങ്ങളിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ട്രൈറ്റുകൾ ഉണ്ടാക്കുക, സ്വഭാവങ്ങൾ ഉണ്ടാക്കുക. ആ ടെക്നോളജിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി അടുത്തതായിട്ട് എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി? റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ, റീകോമ്പിനന്റ് DNA ടെക്നോളജി കമ്പൈൻസ് DNA സെഗ്മെന്റ്സ് ഫ്രം 2 or more ഡിഫറെന്റ് ഓർഗാനിസംസ് ടു ഫോം റീകോമ്പിനന്റ് DNA. നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, 2 അതിലധികമോ ജീവജാലങ്ങൾ എടുക്കും. എന്നിട്ട് അവരുടെ DNA ഭാഗങ്ങൾ ആദ്യം കട്ട് ചെയ്തിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ നമ്മളൊരു DNA ഉണ്ടാക്കും. ആ DNA വിളിക്കുന്ന പേരാണ് റീകോമ്പിനന്റ് DNA. അങ്ങനെ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്ന DNA ഉണ്ടാക്കുന്ന ടെക്നോളജീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് വിളിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റീകോമ്പിനന്റ് DNA എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം DNA ഭാഗങ്ങളെ നമ്മൾ മുറിച്ചെടുക്കണമല്ലോ, എന്നാലല്ലേ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ DNA ഭാഗങ്ങളെ മുറിച്ചെടുക്കാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജെനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെയാണ്. ആരെയാണ്? ജെനറ്റിക് സിസേഴ്സിനെയാണ്. സിസർ തന്നെ, കത്രിക തന്നെ. അപ്പോൾ കത്രികയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ആ കത്രികയല്ല, ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പേര് പഠിച്ചു വെക്കണം. എന്താണ് എൻസൈമിൻ്റെ പേര്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം എന്നാണ്. എന്താണ് എൻസൈമിൻ്റെ പേര്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. അതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ കട്ട്സ് എ സ്പെസിഫിക് ജീൻ, ഒരു പ്രത്യേക ജീനിനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമിന്റെ ജോലി. ഇനി കട്ട് ചെയ്ത ഭാഗത്തെ കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുകയുള്ളൂ? റീകോമ്പിനന്റ് DNA ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജെനറ്റിക് ഗ്ലൂവിനെയാണ്. അപ്പോൾ ജെനറ്റിക് ഗ്ലൂ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ആരെയാണ്? ലിഗേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ്. അപ്പോൾ അതിന്റെ ജോലി എന്താ? ജോയിൻ 2 DNA സെഗ്മെന്റ്സ്, 2 DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ വെക്ടർ ആരാണെന്നാണ് പറയാനുള്ളത്. വെക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ക്യാരീസ് ദ ജീൻ, ജീനുകളെ കൊണ്ടുപോവുക. ഇപ്പോൾ നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ നമുക്ക് കൊണ്ടുവരുന്ന ഒരാളില്ലേ, ഡെലിവറി ബോയ് നമ്മൾ വിളിക്കും. അത് തന്നെയാണ് ഇവിടെ വെക്ടർ. വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആരാണ്? ഡെലിവറി ബോയ് ആണ്. അതിൻ്റെ ജോലി എന്താ? ജീനുകളെ ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റീകോമ്പിനന്റ് DNA കൊണ്ടുപോവുക. ഇതൊക്കെയാണ് ഇവരുടെ ജോലി. അപ്പോൾ ആരൊക്കെയാണ് ഈ വെക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെ ഡെലിവറി ബോയ്ക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ടാവില്ല, അതേപോലെ വെക്ടറിനും പേരുണ്ട്. ആരൊക്കെ ഉപയോഗിക്കുക? പ്ലാസ്മിഡ്സ്, വിച്ച് ആർ ദ സർക്കുലർ DNA ഇൻ ബാക്ടീരിയ. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയയിലെ സർക്കുലർ ഷേപ്പിലുള്ള ഒരു DNA ആണ് ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അതേപോലെ ആൻഡ് സം വൈറസസ് ആർ യൂസ്ഡ് ആസ് വെക്ടേഴ്സ്. പ്ലാസ്മിഡ് അതായത് ബാക്ടീരിയയിൽ കാണുന്ന സർക്കുലർ DNA-യും അതേപോലെ ചില വൈറസുകളെയും ഒക്കെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക? വെക്ടറുകളായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. ഇനി ഹോസ്റ്റ് സെല്ല്. ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെലിവറി ബോയ് അല്ലേ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഡെലിവറി ബോയ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ സാധനം മേടിക്കും. അപ്പോൾ നമ്മളാണ് അവിടുത്തെ ഹോസ്റ്റ് സെല്ല്. അപ്പോൾ ഹോസ്റ്റ് സെല്ല് വരെ നമ്മൾ മനസ്സിലാക്കി. ഇനി DNA, ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിലൂടെ എങ്ങനെയാണ് ഒരു ജീവിയുടെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്താന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനാദ്യം തന്നെ എന്തെടുത്തേ? മനുഷ്യൻ്റെ DNA എടുത്തു. പിന്നെ നമ്മുടെ ബാക്ടീരിയയിലെ DNA ആയിട്ടുള്ള പ്ലാസ്മിഡും എടുത്തു. ഇനി മനുഷ്യൻ്റെ DNAയിൽ നിന്ന് ഒരു ഡിസൈറബിൾ ജീൻ, നമുക്കൊരു ആവശ്യമുള്ള ഒരു ജീൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഇൻസുലിൻ നിർമ്മിക്കുന്ന ജീനാണെന്ന് കൂട്ടിക്കോ, ആ ജീനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതേപോലെ തന്നെ പ്ലാസ്മിഡിനെയും കട്ട് ചെയ്തു. അതിൽ നിന്നൊരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. എങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഇവിടെ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവുക? നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പ്ലാസ്മിഡിലോട്ട് ആ ഡിസൈറബിൾ ജീൻ, അത് നമ്മൾ ഒരു കട്ട് ചെയ്തെടുത്തല്ലോ, ഡിസൈറബിൾ ജീൻ കട്ട് ചെയ്തെടുത്തല്ലോ, ആ ജീനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലിഗേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അതായത് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ആരും ഉപയോഗിക്കുക? ജെനറ്റിക് ഗ്ലൂ ആയിട്ടുള്ള ലിഗേസ് എൻസൈമിനെയാണ് ഉപയോഗിക്കുക. അങ്ങനെ മാറ്റം വരുത്തിയപ്പോൾ നമുക്ക് റീകോമ്പിനന്റ് DNA കിട്ടി.
അല്ലേ, 2 DNA ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് റീകോമിനൻ്റ് DNA കിട്ടി. ഈ സാധനത്തിന് ഈ പ്ലാസ്മിഡ് പതുക്കെ കൊണ്ട് ആർക്ക് കൊടുക്കും? ഹോസ്റ്റ് സെല്ലിലോട്ട് കൊടുക്കും. ഇവിടെ ബാക്ടീരിയ ആണ് ഹോസ്റ്റ് സെല്ലായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ, ബാക്ടീരിയയിലോട്ട് അങ്ങനെ കൊടുത്തു. അപ്പോൾ പ്ലാസ്മിഡ് വിത്ത് ഇൻകോർപ്പറേറ്റഡ് ഹ്യൂമൻ ജീൻ ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ദ ഹോസ്റ്റ് സെല്ല്. ഇൻകോർപ്പറേറ്റഡ് ഹ്യൂമൻ ജീന് ഉള്ള ആ ഒരു പ്ലാസ്മിഡ് നമ്മൾ എവിടേക്ക് ഇൻസേർട്ട് ചെയ്തു? ഹോസ്റ്റ് സെല്ലിലോട്ട് ഇൻസേർട്ട് ചെയ്തു. ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഈ ഇൻസർട്ടഡ് ജീനുകളൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയാൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് നമ്മളിപ്പോൾ ഇൻസുലിൻ നിർമ്മിക്കുന്ന ജീൻ എന്നല്ലേ പറഞ്ഞു നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ ഇൻസുലിൻ ആർക്ക് ഉണ്ടാക്കാൻ പറ്റും? പിന്നെ ഈ ബാക്ടീരിയയ്ക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റീകോമിനൻ്റ് DNA ടെക്നോളജിക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്കത് പറയാം. പ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ യൂസിങ് ബാക്ടീരിയ. അത് നമുക്കൊരു റീകോമിനൻ്റ് DNA ടെക്നോളജിക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ക്രിസ്പർ ടെക്നോളജി. എന്താണ് ഈ ക്രിസ്പർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ അല്ലേ, 2 ലേഡീസ് ആണല്ലേ ഈ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. ആരൊക്കെയാണ്? ജെന്നിഫർ എ ഡൗഡിനെയും അതേപോലെ ഇമ്മാനുവൽ ഷാർപ്പൻഡിയറും ചേർന്നിട്ടാണ് ഈ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുന്നത്. ക്രിസ്പർ ടെക്നോളജി എന്നും ക്രിസ്പർ കാസ്9 എന്നും ഒക്കെ ഈ ഒരു ടെക്നോളജി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്രിസ്പർ ഈസ് എ മോഡേൺ ടെക്നോളജി യൂസ്ഡ് ടു എഡിക്റ്റ് DNA വിത്ത് ഗ്രേറ്റ് പ്രിസിഷൻ. വളരെ കൃത്യതയോട് കൂടിയിട്ട് DNAയുടെ ഭാഗങ്ങളെ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് CRISPR technology. CRISPR technology was designed from a natural defense mechanism that bacteria used to defend viruses. ഈ ബാക്ടീരിയനെ ആക്രമിക്കാൻ വരുന്ന വൈറസുകളെ അതിൻ്റെ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും. അപ്പോൾ എങ്ങനെയാണോ ബാക്ടീരിയ ഈ വൈറസുകളെ പ്രതിരോധിക്കുന്നത് അതേ സാധനം തന്നെയാണ് നമ്മൾ CRISPR ടെക്നോളജിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണോ അയാൾ പ്രതിരോധിക്കുന്നത് അതേ സംവിധാനം തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ CRISPR ടെക്നോളജി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് CRISPR ടെക്നോളജി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില പാട്ടുകളൊക്കെ അല്ലേ റെഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ആയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ ട്യൂണിൽ തന്നെ വേറെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ സംഭവം ഈ ഒരു മെക്കാനിസം ബാക്ടീരിയ വൈറസിനെ കൊല്ലുന്ന മെക്കാനിസം തന്നെ നമ്മൾ അതൊന്ന് ഇൻസ്പയർ ആയിട്ട് നമ്മൾ CRISPR ടെക്നോളജി ഉണ്ടാക്കി. ഓക്കെ, ഈ CRISPR ടെക്നോളജിയിൽ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടം ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണതിൽ പറയണത്? ഗൈഡ് RNA അല്ലെങ്കിൽ gRNA എന്നും വിളിക്കും. പ്രിസൈസ്ലി ഐഡൻറ്റിഫൈ ദ DNA സെഗ്മെൻറ്റ് ദാറ്റ് നീഡ്സ് ടു ബി കട്ട്. നമുക്ക് കട്ട് ചെയ്യേണ്ട എഡിറ്റ് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യണമല്ലോ, മുറിക്കണമല്ലോ. അങ്ങനെ ആ മുറിക്കേണ്ട ഭാഗത്തെ കൃത്യമായിട്ട് ആര് കണ്ടെത്തും? gRNA അല്ലെങ്കിൽ ഗൈഡ് RNA കണ്ടെത്തും. അടുത്ത പ്രോസസ്സ് കട്ടിങ്. The Cas9 enzyme cut the DNA segment identified by the guide RNA. ഈ ഗൈഡ് RNA തിരിച്ചറിഞ്ഞിട്ടുള്ള ആ DNA ഭാഗത്തെ ആര് വന്ന് കട്ട് ചെയ്യും? Cas9 എന്ന് പറയുന്ന എൻസൈം വന്ന് കട്ട് ചെയ്യും. നമ്മൾ റീകോമിനൻ്റ് DNA ടെക്നോളജിയിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വന്ന് കട്ട് ചെയ്യുന്നല്ലേ പഠിച്ചിട്ടുണ്ടായേ. പക്ഷേ ഇവിടെ അതല്ല, Cas9 എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്യുക. അതായത് ഇവിടെ ജെനറ്റിക് സിസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? Cas9 എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി 3ാമത്തെ സ്റ്റെപ്പ് എഡിറ്റിംഗ്. ദ സീക്വൻസ് ഓഫ് നൈട്രജൻ ബേസസ് ഇൻ DNA ഈസ് എഡിറ്റഡ് സോ ആസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഓർഗാനിസം. നമ്മൾ DNAയിലെ നൈട്രജൻ ബേസുകളുടെ സ്വീക്വൻസ് ആ ഒരു ക്രമീകരണമൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യും. അങ്ങനെ ആ ഓർഗാനിസത്തിൽ നമുക്കൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ത്രൂ ദാറ്റ് അൺവാണ്ടഡ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി റിമൂവ്ഡ് ഓർ ന്യൂ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ആഡഡ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളെ ആ ജീവിയിൽ നിന്ന് കളയാനും സാധിക്കും, നമുക്ക് ആവശ്യമുള്ളതിനെ അതിലോട്ട് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് CRISPR ടെക്നോളജിയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ചിത്രമൊക്കെ നോക്കി വെക്കുക, gRNAയും Cas9 ഒക്കെ മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കും. അത് കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ചില ഓർഗാനിസംസ്, നമ്മളതിനെ GMOs എന്നാണ് ഷോർട്ടാക്കിയിട്ട് പറയുക, അവരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓർഗാനിസംസ് നമുക്കിപ്പോൾ പ്ലാന്റ്സ്, എനിമൽസ്, മൈക്രോ ഓർഗാനിസം 3 കാറ്റഗറിയിൽ നിന്നും എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. പെസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ നമ്മൾ എന്തിൽ കൊണ്ടുവന്നു? BT കോട്ടനിൽ കൊണ്ടുവന്നു. അതേപോലെ വീഡിസൈഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ വീടുകൾ എന്ന് പറഞ്ഞാൽ കളകൾ എന്ന് മലയാളത്തിൽ പറയും. അതായത് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും ആവശ്യമില്ലാതെ കുറേ പുല്ലുകളും സാധനങ്ങളൊക്കെ മുളച്ച് വരില്ലേ, അതിനെയാണ് കളകൾ എന്ന് പറയുക. ആ കളകളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് വീഡിസൈഡുകൾ അല്ലെങ്കിൽ കളനാശിനികൾ എന്ന് പറയുക. പക്ഷേ ഈ വീഡിസൈഡ് തെളിക്കുന്ന സമയത്ത് കളയുടെ ഒപ്പം മേ ബി നമ്മൾ നട്ടിട്ടുള്ള ആ ചെടിയും കൂടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് കരിഞ്ഞു പോവാതെ ആ വീഡിസൈഡുകളെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് നമ്മളിപ്പോൾ സോയാബീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ വെറൈറ്റീസാണ്. എല്ലാ സോയാബീനും അങ്ങനെ കഴിവ് കൊണ്ടുവന്നല്ല, അതൊക്കെ ഓരോ വെറൈറ്റീസ് എന്നാണ് നമ്മൾ പറയുക. അതേപോലെ ന്യൂട്രിയൻ്റ് എൻറിച്ച്ഡ് കുറേ പോഷക സമൃദ്ധമായിട്ടുള്ള അല്ലേ, അതാരാണ്? ഗോൾഡൻ റൈസ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈറസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന RSV റെസിസ്റ്റൻ്റ് പപ്പായനെയൊക്കെ അങ്ങനെ ജനറ്റിക്കലി നമ്മൾ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ എനിമൽസ് ഫാസ്റ്റ് ഗ്രോത്ത്, ഡിസീസ് റെസിസ്റ്റൻസ്, ഹൈ പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ ഇതിലാ സാൽമൺ ഫിഷിൽ. അതേപോലെ തന്നെ ഫ്ലൂറസെൻസ് അല്ലേ, തിളങ്ങാനായിട്ട് പറ്റുന്നൊരു കഴിവ്, അത് ഇതിലാ ഗ്ലോ ഫിഷ്. അതേപോലെ മൈക്രോ ഓർഗാനിസം
എബിലിറ്റി ടു ഡീകമ്പോസ് വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു പ്രത്യേകത. അത് നമ്മൾ ഇതിലാണ് കൊണ്ടുവന്നത്, സ്യൂഡോമോണസ് പുട്ടിഡ എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിലാണ് കൊണ്ടുവന്നത്. അതേപോലെ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഇൻസുലിൻ നിർമ്മിക്കാൻ ബാക്ടീരിയ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ബാക്ടീരിയ ആരാണ്? ഈക്കോളി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതേപോലെ ഫെർമെൻറ്റേഷൻ എബിലിറ്റി, അതായത് ഈ മാവ് പുളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, ഫെർമെൻറ്റേഷൻ, അതിന് കഴിയുന്ന ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു ജീവി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നതാണ് കേട്ടോ. കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മോഡിഫൈ ചെയ്യുകയാണ്, അതിൻ്റെ ജീനിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിന് അങ്ങനെയുള്ളൊരു കഴിവ് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേപോലെ ഹൈ നൈട്രജൻ ഫിക്സിങ് എബിലിറ്റി, ഈ നൈട്രജൻ ഫിക്സിങ് എബിലിറ്റി ഓൾറെഡി റൈസോബിയത്തിനൊക്കെ ഉണ്ട്, എന്നാലും അതിൻ്റെ ആ ഒരു നൈട്രജൻ ഫിക്സിങ് എബിലിറ്റി നമ്മൾ കുറച്ചും കൂടി ഹൈ ആക്കി. അപ്പോൾ ഈ നൈട്രജൻ ഫിക്സിങ് എബിലിറ്റി അറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ ഞാൻ എളുപ്പത്തിലൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ പ്ലാന്റ്സുകൾക്ക് വളരാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെൻ്റാണ് നൈട്രജൻ. പക്ഷെ അത് അവർക്ക് നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോമ്പൗണ്ടുകളാക്കിയിട്ട് ഈ നൈട്രജനെ മാറ്റുക, അതിനെ സഹായിക്കുന്ന ചില സൂക്ഷ്മജീവികളുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് റൈസോബിയം. അപ്പോൾ അതിൻ്റെ ആ ഒരു നൈട്രജൻ ഫിക്സിങ് എബിലിറ്റി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഹൈ ആക്കി മോഡിഫൈ ചെയ്തു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നല്ല വൃത്തിയിൽ പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ജീനോമിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലേ. എന്താണ് ഈ ജീനോം എന്ന് പറഞ്ഞാൽ? ജീനോം ഇസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദി ജെനറ്റിക് മെറ്റീരിയൽസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ശരീരത്തിലെ മുഴുവൻ ജെനറ്റിക് മെറ്റീരിയൽസ്, മുഴുവൻ ജനിതക വസ്തുക്കളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ജീനം. എന്തൊക്കെ ജെനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടോ അതിനെല്ലാത്തിനും ചേർത്ത് വിളിക്കുന്ന പേരാണ് ജീനോം. ദി ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി 300 crore DNA ബേസ് പെയർസ്. മനുഷ്യ ജീനോമിൽ ഏകദേശം 300 കോടി DNA ബേസ് പെയർസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ജീൻ മാപ്പിംഗ് ഈസ് ദ ടെക്നോളജി വിച്ച് ഐഡന്റിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് ജീൻസ് ഇൻ DNA. DNAയിലെ ജീനുകളുടെ സ്ഥാനം ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ടെക്നോളജിയാണ് ജീൻ മാപ്പിംഗ്. അത് കഴിഞ്ഞാൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അല്ലെങ്കിൽ HGP എന്ന് ഷോർട്ടാക്കിയിട്ട് പറയും. അത് അങ്ങനെയും കൂടി പഠിച്ചു വെക്കണം. അതിന് ഷോർട്ട് ഫോമും പഠിക്കണം, ഫുൾ ഫോമും പഠിക്കണം. ദ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വാസ് എ ഗ്ലോബൽ സയന്റിഫിക് ഇനീഷ്യേറ്റീവ് ദാറ്റ് ബിഗാൻ ഇൻ 1990 ആൻഡ് വാസ് കംപ്ലീറ്റഡ് ഇൻ 2003 വിത്ത് ദ ഗോൾ ഓഫ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ദ ഹ്യൂമൻ ജീൻ. മനുഷ്യൻ്റെ ജീനോമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് 1990 ആരംഭിച്ച് 2003 അവസാനിച്ച ഒരു ഗ്ലോബൽ സയന്റിഫിക് ഇനീഷ്യേറ്റീവ്, അതായത് ആഗോളതലത്തിലാണ് ഈ സംഭവം നടന്നത്. ഒട്ടുമിക്ക രാജ്യക്കാരുമൊക്കെ പങ്കെടുത്ത ഒരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ജീൻ മാപ്പിംഗ് ടെക്നോളജി ഹാസ് ഹെൽപ്ഡ് ഇൻ ദിസ്. ഇതിന് അപ്പോൾ നമ്മൾ മനുഷ്യ ജീനോമിനെ കുറിച്ചുള്ള വിവരങ്ങളാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജീൻ്റെ സ്ഥാനമൊക്കെ എവിടെയാണ് എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജീൻ മാപ്പിംഗ് ടെക്നോളജിയാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ദ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഈസ് എ മേജർ മൈൽ സ്റ്റോൺ ഇൻ ബയോളജി. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ജെനറ്റിക് ഡിസീസസ് ഒക്കർ ആൻഡ് ഇൻ ഫൈൻഡിങ് ന്യൂ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്. എങ്ങനെയാണ് ജനിതക രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനും പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇതൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റ്. ഇനി അത് കഴിഞ്ഞാൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഫൈൻഡിങ്സ്, കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രോജക്റ്റ് കഴിഞ്ഞതിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ദ എക്സാക്ട് സീക്വൻസ് ഓഫ് 300 crore ബേസ് പെയേഴ്സ് ഇൻ ദ ഹ്യൂമൻ ജീനോം. മനുഷ്യ ജീനോമിലെ 300 കോടി ബേസ് പെയേഴ്സിൻ്റെ കൃത്യമായ സീക്വൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഹ്യൂമൻസ് ഹാവ് 20,000 to 25,000 ജീൻസ്. മനുഷ്യന്മാർക്ക് 20,000 മുതൽ 25,000 വരെ ജീനുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഫങ്ഷണൽ ജീൻസ് മേക്കപ്പ് അപ്രോക്സിമേറ്റ്ലി 1 to 2% ഓഫ് ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിൻ്റെ 1 മുതൽ 2% മാത്രമേ ജീനുകൾ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. അപ്പോൾ 20,000 മുതൽ 25,000 വരെ ജീനുകൾ ഉണ്ടെങ്കിലും ആകെ അതിൽ 1 മുതൽ 2% മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. ദ റിമൈനിങ് ബൾക്ക് പാർട്ട് ഈസ് നോൺ ആസ് ജങ്ക് DNA. ബാക്കിയുള്ള ആ വലിയ ഭാഗത്തെ നമ്മൾ ജങ്ക് DNA എന്നാണ് പറയുന്നത്. സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ അബൌട്ട് ഇറ്റ്സ് എക്സാക്ട് ഫങ്ഷൻസ്. ഈ ജങ്ക് DNAയുടെ കൃത്യമായ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് അതൊന്നും വായിക്കണമെന്നില്ല, ഈ ജങ്ക് DNA അത്ര വരെ പഠിച്ചിരിക്കുക കേട്ടോ. അതേപോലെ ജീൻ തെറാപ്പി എന്താണ്? വെൻ ദ ജീൻസ് ഇൻ അവർ ബോഡി ബിക്കം ഡിഫക്റ്റീവ്. നമ്മുടെ ശരീരത്തിലെ ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാൽ മെനി ഡിസീസസ് ക്യാൻ ഒക്കർ. നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും. ജീൻ തെറാപ്പി ഈസ് ദ മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഡിസീസസ് ബൈ റിമൂവിംഗ് ദ ഡിഫക്റ്റീവ് ജീൻസ് ആൻഡ് റീപ്ലേസിംഗ് ദം വിത്ത് ഫങ്ഷണൽ ജീൻ. അപ്പോൾ ജീൻ തെറാപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുക? ഇത്തരത്തിൽ തകരാറ് സംഭവിച്ച ജീനുകളെ മാറ്റി പകരം ഫങ്ഷണൽ ആയിട്ടുള്ള ജീനുകളെ നമ്മൾ കൊണ്ടുവയ്ക്കും. ഈ ഒരു ടെക്നോളജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജീൻ തെറാപ്പി എന്ന് വിളിക്കുക. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ജീൻ തെറാപ്പി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് അത് സാധ്യമാകുന്നതെന്ന് നോക്കാം.
ആദ്യം തന്നെ ദ സ്റ്റെം സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ് ആർ കളക്റ്റഡ്. ബ്ലഡ് സെല്ലുകൾ ഉണ്ടാക്കുന്ന സ്റ്റെം സെല്ലുകളെ കളക്ട് ചെയ്യും. കാരണം സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ബ്ലഡ് സെൽ അല്ലേ, പ്രധാനമായിട്ടും RBCയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. RBC അരിവാൾ പോലെ വളയുന്ന ഒരു രോഗമാണല്ലോ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് സെൽ ഉണ്ടാക്കുന്ന സ്റ്റെം സെല്ലുകളെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ദ ആക്റ്റീവ് ജീൻ ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ സ്റ്റെം സെൽ യൂസിങ് വൈറസസ് ആസ് വെക്ടേഴ്സ്. വൈറസുകളെ വെക്ടറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആക്റ്റീവ് ജീനിനെ നമ്മൾ ഈ സ്റ്റെം സെല്ലിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെക്കും. ദ സ്റ്റെം സെൽസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദ ജീൻ ആർ ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ പേഷ്യൻറ്റ്. ഇങ്ങനെ ജീൻ ഈ സ്റ്റെം സെല്ല് അല്ലെ ജീനുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെം സെല്ലുകളെ നമ്മൾ പേഷ്യൻറ്റിലോട്ട് തിരിച്ച് ഇഞ്ചക്ട് ചെയ്യും. ദിസ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ജീൻ തെറാപ്പി ഓർ സ്റ്റെം സെൽ തെറാപ്പി. ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് ജീൻ തെറാപ്പി എന്നും വിളിക്കാം, അതേപോലെ സ്റ്റെം സെൽ തെറാപ്പി എന്നും വിളിക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആസ് ഇറ്റ് ഇൻവോൾവ്സ് ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് ദ സ്റ്റെം സെൽസ് ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് ദെയർ ഇഞ്ചക്ഷൻ ബാക്ക് ഇൻ ടു ദ ബോഡി. നമ്മളിവിടെ പേഷ്യൻറ്റിൻ്റെ സ്റ്റെം സെൽ എടുത്ത് അതിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ തിരിച്ച് ആളുടെ ശരീരത്തോട്ട് കടത്തിവിടാണല്ലോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് സ്റ്റെം സെൽ തെറാപ്പി എന്നും ഈ തെറാപ്പിയെ നമ്മൾ പറയാറുണ്ട്. ഇനി അടുത്തത് ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലേ. എന്താണ് നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ പേര്? സർ അലക് ജെഫ്രി എന്നാണ് അല്ലേ. ഹി വാസ് എ ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജെനറ്റിസിസ്റ്റ് ആയിരുന്നു. ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിലൊക്കെ പരീക്ഷ നടത്തുന്ന ആളായിരുന്നു സർ അലക് ജെഫ്രി. DNA ഫിംഗർ പ്രിൻറ്റിംഗ് വാസ് ഡിസ്കവേർഡ് ബൈ അലക് ജെഫ്രി. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ അലക് ജെഫ്രി ആണ്. വൈൽ എക്സാമിനിങ് എ DNA എക്സ്റേ ഫിലിം, ഒരു DNA എക്സ്റേ ഫിലിം അദ്ദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി റിയലൈസ്ഡ് ദാറ്റ് ഡിഫറൻസസ് ഇൻ ദ DNA പാറ്റേൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് could be used to identify them. അങ്ങനെ ആ DNA എക്സ്റേ ഫിലിം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. ഓരോ വ്യക്തിയുടെയും DNA പാറ്റേണിൽ ഡിഫറൻസുകളുണ്ട്. ആ ഡിഫറൻസുകൾ ഉപയോഗിച്ച് അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. He also discovered that each individual has a unique DNA pattern as unique as the fingerprint. ഓരോ വ്യക്തിയുടെയും ഫിംഗർ പ്രിന്റ് യുണീക്ക് ആയിട്ടിരിക്കുന്ന പോലെ ഓരോരുത്തർക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള DNA പാറ്റേൺ ഉണ്ടാവും എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ പുള്ളി കണ്ടുപിടിച്ച സാധനമാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. The technology that is used to analyze the sequence of nucleotides in DNA and to identify individuals accordingly is called DNA fingerprinting. DNA fingerprinting നമ്മൾ എന്താ ചെയ്യുക? DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ടെക്നോളജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. ഇനി അടുത്തത് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസിസ് എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? എക്സാമിന് ചോദിക്കും. 99.9% ഓഫ് DNA ഇസ് ദ സെയിം ഇൻ ഓൾ ഹ്യൂമൻസ്. എല്ലാ മനുഷ്യന്മാരിലും 99.9% DNA ഒരേപോലെയായിരിക്കും. അപ്പോൾ എവിടെയാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്? വേരിയേഷൻസ് ആർ സീൻ ഇൻ ദ റിമൈനിങ് 0.1% ഓഫ് ദ DNA ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തികളുടെയും ബാക്കിയുള്ള 0.1% നമുക്ക് വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കുക. ദീസ് ഡിഫറൻസസ് ആർ മെയിൻലി സീൻ ഇൻ ദ പാർട്സ് ഓഫ് DNA ദാറ്റ് ഡു നോട്ട് ഹെൽപ്പ് ടു മേക്ക് പ്രോട്ടീൻസ്. ഈ വ്യത്യാസങ്ങൾ, അതായത് വേരിയേഷൻസ് ബാക്കിയുള്ള 0.1% കാണുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ വ്യത്യാസം പ്രധാനമായിട്ടും DNAയുടെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കാത്ത ഭാഗങ്ങളിലാണ് ഈ 0.1% വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുക. In these parts some DNA sequences are repeated. ഈ ഭാഗങ്ങളിൽ ചില DNAയുടെ ഭാഗങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. The number of repeats and their order differ in each individual. പക്ഷേ ഓരോ വ്യക്തികളിലും ഈ ഒരു റിപ്പീറ്റുകളുടെ എണ്ണവും അതിൻ്റെ ഓർഡറുമൊക്കെ വ്യത്യാസമായിരിക്കും. More resemblances can be seen in the DNA patterns of parents, their offsprings and siblings. പാരൻസ്, ഓഫ്സ്പ്രിങ്സ്, അതായത് കുട്ടികൾ, സിബ്ലിങ്സ്, സഹോദരങ്ങൾ, അവരുടെയൊക്കെ DNA പാറ്റേണുകൾ തമ്മിൽ കൂടുതൽ സാമ്യതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കൂ, ഒരു DNA അനാലിസിസിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പാറ്റേൺസ് ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ പാരൻസും ഓഫ്സ്പ്രിങ്സുകളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. മദറിൽ കാണുന്ന ഈ ഒരു, ഇപ്പോൾ ലാസ്റ്റത്തെ നിങ്ങൾ ആ ഒരു ലാസ്റ്റ് കാണുന്ന ഈ ഒരു ലൈൻ നോക്കിയേ. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ നോക്കും ഫസ്റ്റ് അല്ലേ. ആ കാണുന്ന ഒരു ലൈൻ നോക്കിയേ, അത് ഒന്നാമത്തെ കുട്ടിയിൽ രണ്ടാമത്തെ കുട്ടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ അതേപോലെ തന്നെ അച്ഛനിൽ കാണുന്ന ഈ ഒരു ലൈന് അത് രണ്ടാമത്തെ കുട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അച്ഛനിൽ കാണുന്ന ഈ ഒരു ലൈന് അത് നമുക്ക് ഒന്നാമത്തെ കുട്ടിയിൽ കാണാൻ സാധിക്കും. അതേപോലെ അച്ഛൻ്റെയും അമ്മയുടെയും പാറ്റേണുകൾ കുട്ടികളിൽ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി നമ്മളോട് കൾപ്രിറ്റ്, കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. കൊലപാതകമോ അങ്ങനെ എന്തോ ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ആ സാമ്പിള് നമുക്ക് സംശയമുള്ള 2 വ്യക്തികൾ അവിടെയുണ്ട്. അപ്പോൾ ആ സാമ്പിളും ആ വ്യക്തികളുടെ DNA പാറ്റേണും തമ്മിൽ മാച്ച് ആവുന്നത് ആരാണെന്ന് നമ്മൾ നോക്കണം. അങ്ങനെ ആരാണ് കുറ്റവാളി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സാമ്പിളുമായിട്ട് മാച്ച് ചെയ്യുന്നത് ആരാ? രണ്ടാമത്തെ വ്യക്തിയുടെ DNA പാറ്റേൺ ആണല്ലേ. അപ്പോൾ കുറ്റവാളി ആരാണ്? പേഴ്സൺ 2 ആണ് ഇവിടുത്തെ കുറ്റവാളി.
അതേപോലെ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ യൂസസ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ടു ഐഡന്റിഫൈ കൾപ്രിറ്റ്സ്, കുറ്റവാളികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ടു ഐഡന്റിഫൈ ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ലേൺ അബൌട്ട് ഹെറിഡിറ്ററി ഡിസീസസ്, ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതകപരമായിട്ടുള്ള തകരാറുകൾ, അതേപോലെ ഹെറിഡിറ്ററി ഡിസീസസ്, പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ, അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ടു ഡിറ്റർമൈൻ ദ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓഫ് സ്പ്രിങ്സ്, പാരൻസും കുട്ടികളും തമ്മിലുള്ള ബയോളജിക്കൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ടു അണ്ടർസ്റ്റാൻഡ് ലീനിയേജ് ബൈ ഐഡന്റിഫൈങ് ഫോസിൽസ്, ഫോസിലുകൾ ഐഡന്റിഫൈ ചെയ്ത് ലീനിയേജ് എന്ന് പറഞ്ഞ വംശപരമ്പര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടു ഐഡന്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡൻസ് ഓർ ഡിസാസ്റ്റേഴ്സ്, എന്തെങ്കിലും ആക്സിഡന്റുകളോ അല്ലെങ്കിൽ ഡിസാസ്റ്ററുകളോ ഒക്കെ സംഭവിക്കുമ്പോൾ അതിലുള്ള വ്യക്തികൾ അല്ലേ ചിലപ്പോൾ തിരിച്ചറിയാനാവാത്ത വിധമൊക്കെ അവരുടെ മുഖം ബോഡിയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവരെ തിരിച്ചറിയാനൊക്കെ നമുക്ക് DNA ടെസ്റ്റ് ഒക്കെ നടത്താൻ സാധിക്കും. ടു ട്രാക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ ട്രാക്ക് ചെയ്യാനൊക്കെ നമുക്കിതുകൊണ്ടൊക്കെ സാധിക്കും. ഇനി അത് കഴിഞ്ഞാൽ മൈക്രോബയോം. ദ ഹ്യൂമൻ മൈക്രോബയോം ഈസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദെയർ ജീൻസ് ദാറ്റ് ഇൻഹാബിറ്റ് ആൻഡ് ഇൻട്രാക്ട് വിത്തിൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യൻ്റെ ബോഡിയുമായിട്ട് ഇൻഹാബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ബോഡിയിൽ താമസിക്കുക. ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇടപഴകുക. അപ്പം മനുഷ്യ ബോഡിയുമായിട്ട്, മനുഷ്യ ശരീരവുമായിട്ട് താമസിക്കുകയും അല്ലെങ്കിൽ ഇടപഴകുകയും ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെയും അവരുടെ ജീനുകളെയും വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ മൈക്രോബയോം. ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ബാക്ടീരിയ, ആർക്കിയ, ഫഞ്ചൈ ആൻഡ് വൈറസസ്. ബാക്ടീരിയ, ആർക്കിയ, ഫഞ്ചൈ, വൈറസുകൾ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് പഠിച്ച പോലെ ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റും ഉണ്ട്, HMP എന്ന് പറയും. അത് ലോഞ്ച് ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റിൽ. 2007 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ HMPയുടെ മെറിറ്റ് എന്തൊക്കെയാണ്, ഈ ഒരു സാധനം ചെയ്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അടുത്തത് പഠിക്കാനുള്ളത് അല്ലേ. HMP proved that the human body is not only composed of cells but also crores of microorganisms and their coexistence is essential for our well-being. അപ്പോൾ HMP എന്ത് പ്രൂവ് ചെയ്തു? നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുകൾ കൊണ്ട് മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ കൊണ്ട് കൂടിയാണ് എന്നുള്ള കാര്യം HMP പ്രൂവ് ചെയ്തു. മാത്രമല്ല അവരുടെ കോഎക്സിസ്റ്റൻസ് നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇറ്റ് ഈസ് ഓൾസോ റിവീൽഡ് ദാറ്റ് ദ കോസ് ഓഫ് ഡിസീസ് ഈസ് നോട്ട് ഓൺലി ദ പാത്തോജൻ ബട്ട് ദ ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ ബോഡി. അപ്പോൾ രോഗം ഉണ്ടാവാൻ കാരണം രോഗാണുക്കൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ബോഡിയിലുള്ള മൈക്രോബയം അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഇക്വിലിബ്രിയം, അതിൻ്റെ ആ ഒരു സന്തുലനാവസ്ഥയിൽ മാറ്റം വന്നാലും നമുക്ക് എന്തുണ്ടാവും? രോഗം ഉണ്ടാവും. ദിസ് നോളേജ് ഹാസ് ഓപ്പൺഡ് ന്യൂ അവന്യൂസ് ഫോർ ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ ഈ ഒരു അറിവുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ ചികിത്സാ രീതികൾ അല്ലേ, രോഗനിർണയവും ചികിത്സാ രീതികളൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. This project opened a great opportunity to design personalized medicine and to arrange treatment according to each individual's microbiome. അപ്പോൾ ഈ പ്രോജക്റ്റിലൂടെ നമുക്ക് പേഴ്സണലൈസ്ഡ് മെഡിസിൻ, വ്യക്തിഗത മരുന്ന് എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടുവരാൻ പറ്റി. അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് സാധിച്ചു. അത് കഴിഞ്ഞാൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ മൈക്രോബയോം. മൈക്രോബയോം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? ഇമ്മ്യൂണിറ്റി, പ്രതിരോധം, ഡൈജഷൻ അല്ലേ, ദഹനം, ആൻഡ് ദ പ്രൊഡക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻസ് അല്ലേ, വൈറ്റമിൻസിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനവും അതിൻ്റെ അബ്സോർപ്ഷനും ഒക്കെ മൈക്രോബയോം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ്. അത് കഴിഞ്ഞാൽ ബയോ ഇൻഫർമാറ്റിക്സ്. ബയോ ഇൻഫർമാറ്റിക്സ് ഈസ് എ ന്യൂ സയൻറ്റിഫിക് ഡിസിപ്ലിൻ ഓഫ് സയൻസ് ദാറ്റ് അനലൈസസ് ബയോളജിക്കൽ ഡാറ്റ ബൈ കമ്പൈനിങ് ദ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള വിഷയങ്ങളെ കമ്പൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ബയോളജിക്കൽ ഡാറ്റകളെ അനലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ ശാസ്ത്രശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് ബയോ ഇൻഫർമാറ്റിക്സ്. അത് കഴിഞ്ഞാൽ ബയോളജിയിൽ എങ്ങനെയാണ് AI പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ചികിത്സയ്ക്കും രോഗം നിർണയത്തിനും ചികിത്സയ്ക്കും നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഫോർ ഡിസ്കവറിങ് ന്യൂ ഡ്രഗ്സ്, പുതിയ മരുന്നുകൾ കണ്ടെത്താൻ. ഫോർ പ്രഡിക്റ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്, രാസവസ്തുക്കളുടെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ. ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യാനൊക്കെ AI നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ അനലൈസസ് ഈച്ച് ഇൻഡിവിജ്വൽസ് ജനറ്റിക് മേക്കപ്പ്, ഓരോ വ്യക്തിയുടെയും ജനറ്റിക് മേക്കപ്പ്, ജനിതക ഘടന ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, ആരോഗ്യ വിവരങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് റെക്കമെൻഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ട്രീറ്റ്മെൻറ്റ് റെജിമെൻറ്റ്സ് ഫോർ ദം, അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതികൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ AI നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ജീനോം സീക്വൻസിങ്,
യൂട്ടിലൈസ്ഡ് ഇൻ ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജെനറ്റിക് ഡിസോർഡേഴ്സ്. ജനിതക തകരാറുകളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയിലാണ് ഈ ജീനോം സീക്വൻസിങ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഇംപ്രൂവിങ് അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. മോണിറ്റേഴ്സ് ദ ഹെൽത്ത് ഓഫ് ദ സോയിലിൻ്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നു. അതേപോലെ പ്രഡിക്റ്റ് ദ ഡിസീസസ് ദാറ്റ് മൈറ്റ് അഫക്ട് ക്രോപ്സിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഡിസീസുകളെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നു. ദെൻ പൊല്യൂഷൻ predicts എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ലെവൽ, എയർ പൊല്യൂഷൻ്റെയും വാട്ടർ പൊല്യൂഷൻ്റെയും ലെവലുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. ആൻഡ് റെക്കമെൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. റെക്കമെൻഡ് ചെയ്യുന്നു അല്ലേ, സജസ്റ്റ് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു. ദെൻ ബയോ ഇൻഫർമാറ്റിക്സ് അനലൈസസ് ലാർജ് amount ഓഫ് ജനറ്റിക് ഡാറ്റ ആൻഡ് സജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ സ്ട്രാറ്റജീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബയോളജിക്കൽ ഡാറ്റകൾ അല്ലെങ്കിൽ ജനറ്റിക് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബയോ ഇൻഫർമാറ്റിക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ AI ഡെവലപ്പ് ആയതോടുകൂടി ബയോ ഇൻഫർമാറ്റിക്സ് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സിൽ നമുക്ക് വലിയ രീതിയിലുള്ള ജനറ്റിക് ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ സിംപ്ലിഫിക്കേഷൻ സ്ട്രാറ്റജീസും നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് AI എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളായാലും ഈ വലിയൊരു പാരഗ്രാഫൊക്കെ ChatGPT ഒക്കെ അയച്ചു കൊടുത്താൽ അത് സിംപ്ലിഫൈ തരില്ലേ. അപ്പോൾ അതേപോലെ ജനറ്റിക് ഡാറ്റകൾ, അത്രയും വലിയ ജനിതക വിവരങ്ങളെയൊക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ പോസിബിലിറ്റീസ് ഇൻ എൻവിയോൺമെൻറ്റൽ കൺസർവേഷൻ അല്ലേ. പരിസ്ഥിതി സംരക്ഷണത്തിന് നമുക്ക് സാങ്കേതിക സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഒന്നാമത്തെ വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസറുകളാണ്. ദീസ് ഹെൽപ്പ് വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് ടു പ്ലാൻ കൺസർവേഷൻ സ്ട്രാറ്റജീസ് ബൈ മോണിറ്ററിംഗ് ദ മൂവ്മെൻറ്റ്, ബിഹേവിയർ ആൻഡ് ലൊക്കേഷൻ ഓഫ് വൈൽഡ് എനിമൽസ്. ഈ കാട്ടിലെ മൃഗങ്ങളുടെ അവിടെ നമ്മൾ കുറേ സെൻസറുകളൊക്കെ കൊണ്ടുവയ്ക്കുക, അവരുടെ ബോഡിയിലൊക്കെ സെൻസറുകളൊക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ കൊണ്ടുവയ്ക്കുന്നതിലൂടെ അവരെവിടെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അവരുടെ സ്ഥാനം എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷകർക്കും അതേപോലെ റിസർച്ചേഴ്സിനുമൊക്കെ ഒരു കൺസർവേഷൻ സ്ട്രാറ്റജീസൊക്കെ അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അടുത്തത് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റ സെൻസറുകൾ അല്ലേ. എ ടെക്നോളജി ദാറ്റ് കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ബയോഡൈവേഴ്സിറ്റി യൂസിങ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, അക്വസ്റ്റിക് അനാലിസിസ് ആൻഡ് ക്യാമറ ട്രാപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ശേഖരിക്കുന്നത് എങ്ങനെയാണ്? സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിലൂടെ അല്ലേ. അതേപോലെ അക്വസ്റ്റിക് അനാലിസിസ്, സൗണ്ടൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട്, അതേപോലെ ക്യാമറ ട്രാപ്പുകളൊക്കെ വഴിയാണ് നമ്മളിവിടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ പറയുന്ന പേരാണ്. ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു സമൂഹം, അതിനെ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ ക്രയോ പ്രിസർവേഷൻ അല്ലേ. ക്രയോ പ്രിസർവേഷൻ, ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിസർവിംഗ് ലിവിംഗ് സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സ്. വളരെ ചെറിയ ടെമ്പറേച്ചറിൽ -196°C പോലെയുള്ള വളരെ ചെറിയ ടെമ്പറേച്ചറിൽ ലിവിംഗ് സെല്ലുകളെയും ടിഷ്യൂസിനെയും ഓർഗൻസിനെയും ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് ടേം പ്രിസർവേഷൻ ഇൻ ഫീൽഡ് സച്ച് ആസ് മെഡിസിൻ, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച്. മെഡിസിൻ, അഗ്രികൾച്ചർ, റിസർച്ച് പോലെയുള്ള മേഖലകളിൽ ദീർഘകാല സംരക്ഷണത്തിന് വേണ്ടി സെല്ലുകളൊക്കെ നമുക്ക് ദീർഘകാലം സംരക്ഷിക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? ക്രയോ പ്രിസർവേഷൻ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ബയോ റെമഡിയേഷൻ യൂസസ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ടു റിമൂവ് പൊല്യൂട്ടൻസ് ഫ്രം കണ്ടാമിനേറ്റഡ് എൻവിയോൺമെൻറ്റ്സ് സച്ച് ആസ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. സോയില്, വാട്ടർ, എയർ പോലെയുള്ള കണ്ടാമിനേറ്റഡ് എൻവിയോൺമെൻറ്റ്സ്, മലിനീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ആ പരിസരത്ത് നിന്നൊക്കെ പൊല്യൂട്ടൻറ്റുകളെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെയും പ്ലാന്റ്സുകളെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുക. ദിസ് കൺവേർട്ട് ദ പൊല്യൂട്ടൻസ് ഇൻ ടു ഹാംലെസ് കോമ്പൗണ്ട്സ്. ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നതിലൂടെ പൊല്യൂട്ടൻസ് ഒക്കെ നമുക്ക് ഹാംലെസ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാക്കി മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്. ഇൻ ദ പസഫിക് ഓഷൻ പ്ലാസ്റ്റിക് ഹാസ് അക്യുമുലേറ്റഡ് ആൻഡ് ഫോംഡ് എ ഫ്ലോട്ടിംഗ് റീജിയൻ കവറിംഗ് 16 lakh square kilometers. ദാറ്റ് ഈസ് ദ റീജിയൻ ത്രൈസ് ദ സൈസ് ഓഫ് ഫ്രാൻസ്. നമ്മുടെ പസഫിക് ഓഷനിൽ പ്ലാസ്റ്റിക്കുകളൊക്കെ കുമിഞ്ഞുകൂടി ഒരു ഫ്ലോട്ടിംഗ് റീജിയൻ 16 ലക്ഷം സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഒരു ഫ്ലോട്ടിംഗ് റീജിയൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് ഒരു റീജിയൻ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒക്കെ ഏകദേശം 3 ഇരട്ടി വലിപ്പമൊക്കെ അതിന് വരുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയാം അല്ലേ. എത്ര ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭീകരമായിരിക്കും ആ ഒരു സിറ്റുവേഷൻ അല്ലേ. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പകുതിയൊക്കെ വരും. അപ്പോൾ അത്രയും വലിയൊരു പ്രദേശം മൊത്തം പസഫിക് ഓഷനിൽ പ്ലാസ്റ്റിക് കെട്ടിക്കിടക്കുകയാണ്. അതിനെയാണ് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയുക. അത് കഴിഞ്ഞാൽ ബാക്കി 2 നമുക്കറിയാമല്ലോ. വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ ജൂൺ 5 വേൾഡ് ഓഷൻ ഡേ ചിലപ്പോൾ അറിയില്ലായിരിക്കും അല്ലേ. ജൂൺ 8 വേൾഡ് ഓഷൻ ഡേ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.